എല്ലാവർക്കും ഞങ്ങളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് 2017 വരുന്ന ലോ കിലോമീറ്റർ 60,000 കിലോമീറ്റർ മാത്രം ഓടിയ നല്ലൊരു ഇന്നോവ ക്രിസ്റ്റയാണ്. അതും ഫ്രണ്ട് ഗ്ലാസ് അടക്കം ഒറിജിനൽ. അതായത് ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് ചിലർ ചോദിക്കും എന്താണ് റീപ്ലേസ്മെൻറ്റ്. ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ലാത്ത വാഹനമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോ സ്വന്തമാക്കിക്കോ. നല്ല ക്വാളിറ്റി ഉള്ള വാഹനം, അതും ലോവസ്റ്റ് പ്രൈസാണ്. ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ല. ഫ്രണ്ട് ഗ്ലാസ് എല്ലാ ഗ്ലാസും എല്ലാ ഡോറും പട്ടി ബോണറ്റ് എല്ലാം ഒറിജിനലാണ്. ഒരു ടെൻഷനും ഇല്ലാതെ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു വാഹനം. അപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഇത് 2017 മോഡലാണ്, സിംഗിൾ ഓണറാണ്. ഇനി ഫ്രണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ്. ബമ്പർ കാര്യങ്ങളൊന്നും ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ ബോണറ്റ് അതേപോലെ തന്നെ ഫ്രണ്ട് ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ്. അതിൻ്റെ കോഡ് കാര്യങ്ങളൊക്കെ അതേ തന്നെയുണ്ട്. ഇനി ഈ സൈഡിലേക്ക് വരുന്ന സമയത്തും അതിൻ്റെ കോഡ് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. യാതൊരു തരത്തിലുള്ള ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും സൈഡിലില്ല. പിന്നെ എല്ലാം ഒറിജിനലാണ്. പിന്നെ എക്സ്ട്രാ ഇതിൻ്റെ ഡോർ പാഡ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടയേഴ്സ് കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ വണ്ടി ഇപ്പോൾ എടുത്തിട്ട് വന്നുള്ളൂ, ജസ്റ്റ് പോളിഷോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല. പിന്നെ ടയേഴ്സ് കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നതാണ്. അത്യാവശ്യം ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ, അതായത് ഒരു 85% 90 അത്രയും ടയേഴ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഡോറിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഡോറൊക്കെ ഓപ്പൺ ആക്കുന്ന സമയത്ത് ബോഡി ലൈൻസ് അതേപോലെ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഡോർ പാഡ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. പഞ്ചിങ് അതേപോലെ തന്നെ പേസ്റ്റിംഗ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റബേഴ്സ് കാര്യങ്ങളൊക്കെ അഴിച്ച് കാണിക്കാം. എന്ന് വെച്ചാൽ നല്ല ടൈറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. യാതൊരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. അതായത് ഇനി മോൾ വശം മാത്രമല്ല അടിവശവും നമുക്ക് ഓപ്പൺ ആക്കി കാണിക്കാം. എന്ന് വെച്ചാൽ നല്ല ടൈറ്റിൽ തന്നെ, ഒരു ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അതിൻ്റെ സ്റ്റിക്കേഴ്സ് പോലും പറിച്ചിട്ടില്ല. സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ അതേപോലെ ഇരിപ്പുണ്ട്. പിന്നെ ഇനി ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്തും അതേപോലെ തന്നെ ഡോർ പാഡ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ചൈൽഡ് ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. റബേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ച് കാണിക്കാം. എല്ലാം പെർഫെക്റ്റ് ആണ് വരുന്നത്. ഇതൊക്കെ ചെറിയ ചെളിയാണ്. ജസ്റ്റ് ഇതാ നമ്മൾ വീഡിയോ തന്നെ കാണിക്കാൻ പറ്റും. ചെറിയ പൊടിയും ഇതേപോലെ ചെളിയും കൂടെ മിക്സ് ആയിരിക്കുന്നതാണ്. നമ്മളെ ക്ലൈമറ്റ്, അതായത് ഡൽഹിയിലെ ക്ലൈമറ്റും നാട്ടിലെ ക്ലൈമറ്റും നല്ല വ്യത്യാസമുണ്ട്. ഇത് അന്തരീക്ഷത്തിൽ എപ്പോഴും പൊടി നിൽക്കുന്ന ഒരു ക്ലൈമറ്റാണ്. പക്ഷേ നാട്ടിൽ ഈ വണ്ടി ഒന്ന് വാഷ് ചെയ്തിട്ട് കൊണ്ടു നടക്കുകയാണെങ്കിൽ നല്ല കിടിലൻ, അതായത് ഒരു കളറിൽ തന്നെ നടക്കാം. അതെന്ന് വെച്ചാൽ ഒറിജിനൽ പെയിൻ്റാണ്. അതായത് പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ഞാനൊന്ന് വീഡിയോയിൽ കാണിച്ചു കൊണ്ട് തരാം. എന്ന് വെച്ചാൽ ചില വീഡിയോകൾക്ക് നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് കാണിക്കുന്നത്. ഇത് ജസ്റ്റ് കുറച്ച് സമയമുണ്ട്, നമ്മൾ ജസ്റ്റ് വീഡിയോയിൽ കാണിച്ചു കൊണ്ട് തരാം. ഇനി ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് 2.4V ആണ്. അതായത് പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നുണ്ട്, പിന്നെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ, പിന്നെ ക്രൂയിസ് കൺട്രോൾ എല്ലാം ഇൻബിൽഡായിട്ട്, അതായത് കമ്പനി സ്റ്റോക്കിൽ തന്നെ വരുന്നതാണ്. അതായത് ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ് വരുന്നത്. അതായത് 3 വേരിയൻ്റ് ആണുള്ളത്. GVZ ആണ് നടുക്ക് നിൽക്കുന്ന വേരിയൻ്റ്. ഇനി ഡിക്കി ഗ്ലാസ് ഒക്കെ ഒറിജിനലാണ് വരുന്നത്. സ്റ്റോക്ക് കണ്ടീഷനുള്ള ലൈറ്റ് ഭാഗത്തേക്ക് വരുമ്പം അതിൻ്റെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത്. യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇതേപോലെ തന്നെ ഡിക്കി അടയ്ക്കുന്ന സമയത്ത്, അതായത് ഒരുപാട് പേർക്ക് അറിയത്തില്ല, ഇങ്ങനെ കൊണ്ട് വെക്കാനേ പാടുള്ളൂ. ഓട്ടോമാറ്റിക്കലി ഇത് പ്രോസസ്സിൽ ലോക്കായി പോകും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലോക്കിങ് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കോട്ടോ. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫീച്ചറാണ്. ഒരുപാട് പേർക്ക് അറിയില്ല. ജസ്റ്റ് ഞാനത് എല്ലാ വീഡിയോയിലും ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഡിക്കി കംപ്ലൈൻറ്റ് വരാതെ ഏറ്റവും സേഫായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. അതുകൊണ്ട് ഇനി ഈ സൈഡിലേക്ക് വരുമ്പോൾ യാതൊരു തരത്തിലുള്ള അപാകതകളോ വർക്കോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് വളരെ അധികം സൂക്ഷ്മതയോടെ യൂസ് ചെയ്ത വാഹനമാണ് ഇത് വരുന്നത്. അതായത് ഫ്രണ്ട് ഗ്ലാസ് അടക്കം ഹൈലൈറ്റ് ആണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ മോസ്റ്റ്ലി വണ്ടികൾക്ക് വരുന്നത് ചെറിയ പ്രോബ്ലമാണ്. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫിൽ എനിക്കും കൂടെ കിട്ടിയതാണ്. അതുകൊണ്ട് ചില വണ്ടികൾക്ക് അങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഇത് ജെനുവിനാണ്. എന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റ് ഈ വണ്ടിക്കില്ല. എല്ലാ ഗ്ലാസും, അതായത് എല്ലാ ഗ്ലാസ്സിലും കോഡുണ്ട്, ജെനുവിനാണ് വരുന്നത്. പിന്നെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല, ഡെൻറ്റ് ഇല്ല. പിന്നെ ടയേഴ്സ് വരുന്ന അപ്പോളോ ടയേഴ്സാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കാം. പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. ഡോർ പാഡ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത്. യാതൊരു തരത്തിലുള്ള ഒരു ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് റബ്ബർ കാര്യങ്ങളൊക്കെ അയച്ച് കാണിക്കാം. ഇനി ടോപ്പ് ഭാഗമല്ല, അടിവശവും അതേപോലെ അയച്ച് കാണിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ എല്ലാം നമുക്ക് ഓപ്പൺ ആക്കി കാണിക്കാൻ പറ്റുന്നതാണ്. ഇനി ബാക്ക് സൈഡിലെ ഡോറിലേക്ക് വരുമ്പോഴും അതേപോലെ തന്നെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. റബ്ബർ കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ച് കാണിക്കാൻ പറ്റും. ഇതാ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നതാണ്. യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നല്ല ടൈറ്റിൽ തന്നെയാണ്. ഇനി ഇന്ത്യയുടെ ഭാഗം, അത് ഹൈലൈറ്റ് ആണ്. ഇന്ത്യ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല ക്വാളിറ്റി തന്നെയാണ് ഉള്ളത്. അതും 7 സീറ്ററിലാണ് വരുന്നത്. 7 പേർക്ക് സുഖസുന്ദരമായിട്ട്, അതായത് ക്യാപ്റ്റൻ സീറ്റ് അടക്കം വരുന്നതാണ്. 4+3 ആണ് വരുന്നത്.
പിന്നെ ഇതിൻ്റെ ഉള്ളിൽ മാറ്റിലേക്ക് വരുന്ന സമയത്ത് ടൊയോട്ടയുടെ മാറ്റ് അതേപോലെ കിടപ്പുണ്ട്. അഡീഷണൽ ഇവർ നല്ല ക്വാളിറ്റിയുള്ള റബ്ബറിൻ്റെ മാറ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ല ക്വാളിറ്റിയിലാണ്. അത് ബാക്ക് സൈഡിലേക്കൊക്കെ വരുമ്പോൾ നല്ല ലെങ്തിൽ തന്നെ, അതായത് ഇന്നോവയുടെ സൈസിൽ തന്നെയാണ് കിടക്കുന്നത്. വേറൊരു വണ്ടിയുടെയോ കാര്യങ്ങളൊന്നുമല്ല, സെയിം സൈസിൽ തന്നെ ഇവർ ഇട്ടേക്കുന്നതാണ്. പിന്നെ മോൾ വശത്തേക്ക് നോക്കുന്ന സമയത്ത് പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാ AC ഇലക്ട്രോണിക് ലൈറ്റുകൾ എല്ലാം വർക്കിംഗ് ആണ്. ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. പിന്നെ സിംഗിൾ ഓണറും കൂടെയാണ്, അതുകൊണ്ട് ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട നിങ്ങൾക്ക്. അപ്പം നല്ലൊരു ക്വാളിറ്റിയുള്ള വാഹനമാണ്. ഇത് മേടിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് അതിൽ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യുക. ഇനി മെയിനായിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്, അതായത് അപ്രോണ്, അതേപോലെ പേസിങ്, ഫെൻഡർ, അതേപോലെ തന്നെ പട്ടിയുടെ നമ്പേഴ്സ് കാര്യങ്ങൾ എല്ലാം ഒന്ന് കാണിച്ചു തരാം. എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്രമാത്രം ക്വാളിറ്റിയുള്ള വാഹനമാണ്. ജസ്റ്റ് ഞാൻ ബോണറ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ബോണറ്റ് ഞാൻ ഓപ്പൺ ആക്കി അതിൻ്റെ സ്റ്റിക്കേഴ്സ് അതേപോലെ അതിൻ്റെ പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. ഇതിൻ്റെ പട്ടിയിൽ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈറ്റിലേക്ക് വരുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. പട്ടിയുടെ നമ്പർ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഫെൻഡറിലോ സൈഡിലോ എവിടെയും ഒരു വർക്കില്ല. ബോണറ്റ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. നല്ല ജെന്യുവിൻ വണ്ടിയാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റും. അതായത് യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഒരു കിടിലം വണ്ടി, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി, അതും വെറും 60,000 കിലോമീറ്റർ. അതാണ് ഹൈലൈറ്റ്, നോ റീപ്ലേസ്മെൻറ്റ്. അപ്പം നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ. അതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു വാഹനം എടുക്കാൻ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ എത്രയും വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വണ്ടി എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിച്ചോളൂ. വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 2017 മോഡലാണ്. സിംഗിൾ ഓണറാണ്. 60,000 കിലോമീറ്റർ വിത്ത് സർവീസ് റെക്കോർഡ്. പീരിയോഡിക്കൽ സർവീസ് മൊത്തമുണ്ട്. 2017 തൊട്ട് 2025 വരെയുള്ള സർവീസ് മൊത്തമുണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും 13,75,000 രൂപ മാത്രമേ ഉള്ളൂ. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ, നല്ലൊരു വാഹനം സ്വന്തമാക്കാം. പിന്നെയെന്ന് വെച്ചാൽ ഏതൊരു വണ്ടി നമ്മൾ ഗ്രൂപ്പിൽ ആദ്യം അപ്ലോഡ് ചെയ്യുന്നതാണ്, അത് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്ത് വെക്കുക. എന്ന് വെച്ചാൽ ഇങ്ങനൊരു വാഹനം നിങ്ങൾക്ക് മേടിക്കാൻ സാധിച്ചില്ല, ഇതേ ക്വാളിറ്റിയുള്ള വാഹനം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം ഇതേപോലത്തുള്ള അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.